പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ലിസി, UK-ലാണ് കേട്ടോ. ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യണു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്വന്തം വീട്ടിൽ മഷ്റൂം എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ വളർത്താം എന്നുള്ള ഒരു ചെറിയ വീഡിയോയിലേക്കാണ്. എൻ്റെ ചേച്ചി, ആനി ചേച്ചി എന്നാണ് പേര്. ചേച്ചി ആലുവയിലാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ചേച്ചി വീട്ടിൽ തന്നെ മഷ്റൂം ഈസി ആയിട്ട് ഉണ്ടാക്കുകയും അതിൽ നിന്ന് ഉൽപ്പന്നം എടുത്ത് വീട്ടിൽ തന്നെ തോരൻ വയ്ക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ? വരും. വിത്ത് നമ്മൾ വാങ്ങി 2 ആഴ്ച ഏതെങ്കിലും ഒരു സ്ഥലത്ത് വയ്ക്കുക. സൂര്യപ്രകാശമൊന്നും അധികം ഏക്കാത്ത സ്ഥലത്തായിരിക്കണം. അതിനുശേഷം 2 ആഴ്ച കഴിയുമ്പോഴേക്കും ബഡ് ഇതുപോലെ മൈസീലിയം വന്ന് നിറഞ്ഞിട്ടുണ്ടാവും. നല്ല വെള്ള കളറായിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് നമ്മളിങ്ങനെ ബഡുകളിൽ നമ്മളിങ്ങനെ തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നനച്ച് കൊടുക്കും. അങ്ങനെ നനച്ച് കൊടുത്തു കഴിയുമ്പോൾ ഒരു ആഴ്ച 3-4 ദിവസം കഴിയുമ്പോഴേക്കും ചെറിയ കുരുമുള പോലെ അതിൻ്റെ സൈഡിൽ വന്നു തുടങ്ങും. അതിനുശേഷം വീണ്ടും നമ്മൾ 2 ദിവസം കൂടിയും കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മഷ്റൂം ഇപ്പം വലുതായി വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് മഷ്റൂമിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിത്ത് പാകി 2 ആഴ്ച റൂമിൽ വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ 1 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് മഷ്റൂം ഉണ്ടാവും. അപ്പം അധികം ദിവസമൊന്നും ഇതിൻ്റെ വിളവെടുപ്പ് നമുക്ക് ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് നന്നാക്കി എടുക്കാനോ കറി വയ്ക്കാനോ ഒന്നും വലിയ ബുദ്ധിമുട്ടുമില്ല. ഒരുപാട് റെസിസ്റ്റൻസ് പവറും ഒരുപാട് വൈറ്റമിൻ ഡിയും ഫൈബറും വാട്ടർ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഔഷധ ഗുണമുള്ള ഒന്നാണ് മഷ്റൂം. ഇന്ന് നമ്മൾ പാകം ചെയ്യുന്നത് നമ്മുടെ മഷ്റൂം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മഷ്റൂമാണ് കേട്ടോ. ചിപ്പിക്കൂൺ എന്ന് പറയും. അത് ഒരു പാക്കറ്റ് എടുത്തു. ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും മഞ്ഞളും വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ച് കഴുകി പിഴിഞ്ഞെടുത്തിരിക്കുന്നത് ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതിന് വേണ്ടത് ഒരു സബോള വേണം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം, പച്ചമുളക് വേണം, പിന്നെ ഒരു മുട്ട. തോരനായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ തേങ്ങ ഇടുന്നതിന് പകരം മുട്ട കൊത്തി ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. നമുക്ക് അങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം അടുപ്പത്ത് നമ്മൾ പാൻ വെച്ച് അതിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ച് ഇനി അതിൽ നമ്മൾ സബോള ഇട്ടു, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പതുക്കെ ഒന്ന് വഴറ്റുകയാണ് ചെയ്യുന്നത്. ഒരുപാട് വരിയിച്ചൊന്നും കളയരുത്. ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം സബോളയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടിയ ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വെളിച്ചെണ്ണയിലേക്ക് ഇടുകയാണ്. അല്പസമയം വഴറ്റുന്നു. അതിലേക്ക് നമ്മൾ അല്പം ഉപ്പ് വിതറുന്നു. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടുക. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചിപ്പിക്കൂണ് നമുക്ക് തന്നെ കറിക്ക് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒത്തിരി സന്തോഷമുണ്ട്. ഇതൊക്കെ ഏത് വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇത് അല്പസമയം ഒന്ന് മെനക്കെട്ടാൽ
വിഷാംശമൊന്നുമില്ലാത്ത നല്ല ഭക്ഷണ സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിലെ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു മോചനം നമുക്ക് സാധിക്കുന്ന രീതിയിൽ, എല്ലാം ഒരു പക്ഷേ നമുക്ക് പറ്റിയെന്ന് വരില്ല, പറ്റുന്ന കാര്യങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത്. മഷ്റൂം തോരൻ, മുട്ട ഒഴിച്ച് തോരൻ ഉണ്ടാക്കുന്ന ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളതിലേക്ക് ഊണിടുകയാണ് കേട്ടോ. യാതൊരു കേടുപാടുകളും ഇല്ലാത്ത കൂണാണ്, യാതൊരു വിഷാംശങ്ങളും ഇല്ലാത്ത കൂണാണ്. നമുക്ക് ധൈര്യപൂർവ്വം കഴിക്കാം. ഒരുപാട് റിസൾട്ടുകളാണ് ഈ കൂണ് കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നല്ല പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻ ഉണ്ട്, ഡി ഉണ്ട്, കൊളസ്ട്രോൾ കുറയും, ഷുഗർ, പ്രഷർ ഇതിനെല്ലാം കുറവ് കിട്ടാനൊക്കെ നല്ലതാണ്. ഒത്തിരി വാട്ടർ കണ്ടൻ്റ് ഉണ്ട് ഇതിൽ, ഫൈബർ ഉണ്ട് ഒത്തിരി. നമ്മൾ വിചാരിക്കുന്നത് എന്തൊക്കെയാണോ ഒരു ഫുഡിൽ വേണ്ടത് ഒട്ടുമിക്ക കണ്ടൻറ്റും അടങ്ങിയിരിക്കുന്നതാണ് ഈ മഷ്റൂം. നമുക്ക് ഈ ഊണിട്ട് കഴിയുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. കാരണം ഇതിൽ നിന്ന് തിളച്ച് കഴിയുമ്പോഴേക്ക് വെള്ളം ഇറങ്ങി വരും. ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയതാണ് മഷ്റൂം. അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ വെള്ളം അതിൽ കിടന്ന് വെന്തുകൊള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നത്. നമുക്കൊന്ന് തിളച്ച് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അല്പസമയം തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ വേവട്ടെ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, മഷ്റൂം വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടു, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ടു. ഇനി നമുക്ക് ഒരു മുട്ട കൊത്തി ഒഴിക്കാം. നമ്മൾ തേങ്ങയ്ക്ക് പകരം മുട്ടയാണ്. ഈ മുട്ടയും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതാണ് കേട്ടോ. കുറച്ച് കോഴികളെ വളർത്തുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിന്. അപ്പോൾ അതിലേക്കായിട്ടുള്ള മുട്ടയാണിത്. കുറച്ച് ഉപ്പ് കൂടി ഇടാം. ഇളക്കാം. നമുക്ക് മഷ്റൂം തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്, മഷ്റൂം തോരൻ. പക്ഷേ നമ്മൾ സാധാരണ തോരൻ വയ്ക്കുമ്പോൾ തേങ്ങയാണ് ഇടുന്നത്. ഇന്ന് തേങ്ങയ്ക്ക് പകരം നമ്മൾ മുട്ട ഇടുന്നത് മാത്രം. അതിനുശേഷം നമുക്ക് അല്പം കുരുമുളക് പൊടി ഇടാം. കുരുമുളക് എല്ലാത്തിനും നല്ലതാണ്, പ്രത്യേകിച്ച് മഷ്റൂമിനൊക്കെ വളരെ നല്ലതാണ് കുരുമുളക്. ഒരുപാട് വേവൊന്നുമില്ല. ചിലർക്ക് ധാരണയുണ്ട് മഷ്റൂം വലിയ വേവുള്ളതാണ്. നമ്മൾ ചിപ്പി കൂണൊക്കെ ഒരു 2-3 തിളച്ചാൽ അതിലെ വെള്ളം വറ്റി കഴിയുമ്പോഴേക്കും അത് വെന്ത് കിട്ടിക്കോളും. ചെറുതായിട്ട് അരിഞ്ഞ് വാരിയൊക്കെ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്നൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് മഷ്റൂം നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് കറി വയ്ക്കാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു വിറ്റാമിൻ ഡി ആണ്, കൊളസ്ട്രോൾ ഇല്ല, യാതൊരു തരത്തിലുള്ള ഷുഗറോ പ്രഷറോ ഒന്നും നമുക്ക് കൂടുതലാവില്ല, കുറഞ്ഞ് കിട്ടുകയുള്ളൂ. കലോറി കുറവാണ്. ഒത്തിരി ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ഫുഡാണ് മഷ്റൂം. നമുക്കിത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഭക്ഷണത്തിന് ഉപയോഗിക്കാം. ഏകദേശം ഇതിൻ്റെ കുക്കിംഗ് കഴിഞ്ഞു. നമുക്ക് 2 കറിവേപ്പില കൂടെ നമുക്ക് ഇത് ഇടാം. കറിവേപ്പില നമുക്ക് വീട്ടിൽ തന്നെ വളർത്താം കേട്ടോ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കറിവേപ്പില ആകുമ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം ഇടാമല്ലോ. അത് കഴിച്ച് തിന്നേ ചെയ്യണം എല്ലാവരും കഴിക്കുമ്പോൾ. കറിവേപ്പില പോലെ പുറത്ത് കളയുന്നു എന്ന് സാധാരണ എല്ലാവരും പറയും. പക്ഷെ അത് പുറത്ത് കളയരുത്. നമുക്ക് വീട്ടിൽ തന്നെ വളർത്തിയാൽ യാതൊരു വിഷാംശമില്ലാത്ത ഈ കറിവേപ്പില നമുക്ക് കടിച്ച് തിന്നാം. ഒത്തിരി ഫൈബർ ഉണ്ട് അതിൽ. അപ്പോൾ ഒരുപാട് ഫൈബർ അടങ്ങിയ മഷ്റൂം കറി, മഷ്റൂം തോരൻ ഇന്നിവിടെ റെഡിയാണ്. ഓക്കെ, നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അല്പം എടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. എന്നാലും ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഓ
സൂപ്പറാട്ടോ. നമ്മൾ ഇറച്ചി കഴിക്കണ പോലെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇറച്ചി കടിച്ചു വെച്ച് തിന്നൂലേ, അതുപോലത്തെ ടേസ്റ്റാണ് മഷ്റൂമിന്. സൂപ്പറായിട്ടുണ്ട്. എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ മഷ്റൂം തോരൻ റെഡി ആയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.